നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഫെദർ സ്റ്റിച്ച്, ഡബിൾ ഫെദർ സ്റ്റിച്ച്, ക്ലോസ്ഡ് ഫെദർ സ്റ്റിച്ച്, കൗച്ചിങ് സ്റ്റിച്ച് 4 ചെയ്യുന്നത്. ആദ്യം ഫെദർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 ലൈൻസ് ഇതേപോലെ വരച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ത്രെഡ് എടുക്കുക. ഫസ്റ്റ് ലൈനിൽ നിന്ന് കുത്തി രണ്ടാമത്തെ ലൈനിലേക്ക് കുത്തി കൊടുക്കുക. അതിനുശേഷം താത്തി കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, 2 ലൈൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു പോർഷനിൽ നിന്ന് നടുക്കിൽ നിന്ന് എക്സാക്റ്റ് നടുക്കിൽ നിന്ന് കുറച്ച് താഴെയായിട്ട് ഇതേപോലെ നമ്മൾ കുത്തി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരേ പാറ്റേൺ തന്നെയാണ് ഇത് ഫോളോ അപ്പ് ചെയ്യുന്നത്. ആ കുത്തി എടുത്തതിൻ്റെ നേരെയായിട്ട് 3ാമത്തെ ലൈനിൽ കുത്തി ഇതേപോലെ വലിച്ചു കൊടുക്കുക. എഗെയിൻ അതിന് നേരെയായിട്ട് ഇതേപോലെ കുത്തിയിട്ട് ചിരിച്ച് സെൻറ്ററിലത്തെ ലൈനിലേക്ക് വരച്ചു കൊടുക്കുക. ഈ ഒരു പാറ്റേൺ ലാസ്റ്റ് വരെ കണ്ടിന്യൂ ചെയ്ത് പോവാം കേട്ടോ. സെക്കൻഡ് ഡബിൾ ഫെദർ സ്റ്റിച്ചാണ്. 5 ലൈൻസ് വരച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ 5 ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലൈനിൽ നിന്ന് 3ാമത്തെ ലൈനിലോട്ട് കുത്തി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, സെൻറ്റർ ലൈനിലേക്ക് കുത്തി കൊടുക്കുക. ഇതേപോലെ സെൻറ്റർ ലൈനിലേക്ക് കുത്തി കൊടുക്കുക. അതിനുശേഷം നേരത്തെ പാറ്റേൺ തന്നെ ഡബിളായിട്ട് നമ്മൾ ചെയ്യുവാണ്. ഇങ്ങനെ ചെയ്തു. അതിനുശേഷം എന്നെ നേരെ കുത്തിയിട്ട് വീണ്ടും സെൻറ്റർ ലൈനിലേക്ക് കുത്തിയിട്ട് എടുക്കുക. നമുക്കൊന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കുത്തിയതിന് ശേഷം പുറത്തേക്ക് അങ്ങനെ വലിച്ചെടുക്കുന്ന അങ്ങനെയും ചെയ്യാം. പിന്നെ വീണ്ടും അതേ ലൈൻ നേരെ ലൈൻ നോക്കിയിട്ട് ഇതേപോലെ എടുത്ത് കുത്തി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ കണ്ടോ, ഡബിൾ പാറ്റേൺ ആയിട്ട് വന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തപ്പം ഒരു പാറ്റേൺ വന്നത് ഇപ്പോൾ ഡബിൾ ഫെദർ പാറ്റേൺ ആയിട്ട് വന്നു. ഇതേപോലെ തന്നെ എഗെയിൻ ഇപ്പോൾ നമ്മളൊരു സൈഡിൽ നിന്ന് അവസാനിച്ച് നെക്സ്റ്റ് സൈഡിലോട്ട് ഇതേപോലെ പോവാം കേട്ടോ. നേരെ എടുക്കുക. അതിന് നേരെയായിട്ട് കുത്തി കൊടുക്കുക. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് കുറച്ച് താഴെയായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോവാം കേട്ടോ. ഇതാണ് ഡബിൾ ഫെദർ സ്റ്റിച്ച്. മൂന്നാമത്തെ സ്റ്റിച്ചാണ് ക്ലോസ്ഡ് ഫെദർ സ്റ്റിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ലൈൻസ് മാത്രം വരച്ചു കൊടുത്താൽ മതി. ഇതേപോലെ വരച്ചിട്ട് രണ്ടാമത്തെ ലൈനിൽ കുത്തിയിട്ട് ഫസ്റ്റ് ലൈനിലോട്ട് ഇതുപോലെ കയറ്റി കുത്തി കൊടുക്കുക. അതിനുശേഷം
ഉണ്ട്. ഇത് ഞാൻ ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. അപ്പോൾ നേരെ വെച്ച് ചെയ്യുന്നതേക്കാൾ നല്ലത് ചേരിച്ച് വെച്ച് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സൂചി ഊരിയതിന് ശേഷം ഓരോ നൂലിങ്ങനെ വലിച്ചെടുക്കുക. പെട്ടെന്ന് നമുക്കത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫുള്ള് കൂട്ടി കെട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എഗെയിൻ ഇതുപോലെ ചെയ്തിട്ട് ചേരിച്ച് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. രണ്ടാമത്തെ ലൈനിൽ കുത്തിയിട്ട് പിന്നെ ഫസ്റ്റ് ലൈനിൽ കുത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എടുക്കുക, പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് സെയിം അതേ പോയിന്റിൽ വീണ്ടും കുത്തിയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് താഴെ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന പോലെ ഇതേപോലെ കുത്തിയിട്ട് എടുക്കാം. നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. എഗെയിൻ നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ മുകളിലത്തെ എഡ്ജിൻ്റെ അവിടെ അങ്ങനെയായിട്ട് ഇത് എഗെയിൻ കുത്തി കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിൽ നീക്കിയിട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലോസ്ഡ് ഫെദർ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു വളരെ സിമ്പിളായ സ്റ്റിച്ചാണ് കൗച്ചിങ് സ്റ്റിച്ച് എന്ന് പറയും. അപ്പം ഞാനിവിടെ നൂലെടുത്ത് ഇതുപോലെ കുത്തി കൊടുക്കണ്ട ലാസ്റ്റ് ഒരു പോയിന്റിലേക്ക്. പക്ഷെ നമുക്കിതുപോലെ നൂല് ഫ്രീ ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ, കുത്തി കൊടുക്കണം നിർബന്ധമില്ല. അപ്പം ഞാനൊരു ലൈനായിട്ട് കിട്ടാൻ വേണ്ടി കുത്തി കൊടുത്തേ ഉള്ളൂ. നമുക്ക് ഏത് ഷേപ്പിലും ഈസി ആയിട്ട് അതിനെ ബോർഡർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് ഈ കൗച്ചിങ് സ്റ്റിച്ച്. കണ്ടോ, അതിനുശേഷം ഇതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. വേറൊരു ത്രെഡ് എടുത്തിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഭയങ്കര ഈസിയാണ്. പക്ഷേ ഒരുപാട് പാറ്റേൺസിന് ഇപ്പോൾ നമ്മൾ ഫ്ലവർ ഷേപ്പോ അല്ലെങ്കിൽ ലീഫ് ഷേപ്പോ എന്ത് ഷേപ്പാണെങ്കിലും നമുക്കതിന് ജസ്റ്റ് ബോർഡർ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള കുറേ സ്റ്റിച്ചുകളുണ്ട്. പക്ഷേ അതിൽ ഒരെണ്ണമാണ് കൗച്ചിങ് സ്റ്റിച്ച്. ഇതേപോലെ നൂലിങ്ങനെ ഫ്രീ ആയിട്ട് ഒരു പോയിന്റിൽ കുത്തിയെടുത്തിട്ട് വെറുതെ ഇടുക. ഇതേപോലെ പോയിന്റിൽ കുത്തി കൊടുക്കണ്ട, വെറുതെ ഇടുക. അതിനുശേഷം ഇതേപോലെ ലോക്ക് ചെയ്ത് പോവുക ആ ഷേപ്പിനനുസരിച്ച്. അപ്പോൾ ഇതിൻ്റെ ബേസിക് സ്റ്റിച്ചാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ലോക്ക് ചെയ്ത് കൊടുത്തത്. ശരിക്കും ഫ്രീ ആയിട്ട് ഇടുകയാണ് ചെയ്യുക കൗച്ചിങ് സ്റ്റിച്ചിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൗച്ചിങ് സ്റ്റിച്ച്. ഭയങ്കര ഈസിയാണ് കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4 ടൈപ്സ് സ്റ്റിച്ചസ് തന്നെയാണ് നോക്കിയത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതേപോലെ പുതിയ സ്റ്റിച്ചസ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.